പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് വളരെ കർക്കശമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തി തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് പാർട്ടിയുടെ ഒരു സെക്രട്ടറി അല്ല, അദ്ദേഹം ഈ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിൻ്റെയും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ സമൂഹത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹം വളരുകയും വികസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് അങ്ങനെ കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ നമ്മൾ വ്യക്തിയായിട്ടല്ല കണക്കാക്കുന്നത്, അത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതെ, സെക്രട്ടറി ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടത്തുന്ന ഒരു വിമർശനമാണെങ്കിൽ മാത്രമാണ് ആ വിമർശനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമായിട്ട് മാറത്തീരുള്ളൂ. മറ്റൊരു വ്യക്തിപരമായി പോയി. CPM-നകത്ത് കുറേയൊക്കെ ജനാധിപത്യവൽക്കരിക്കും സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കണ്ടത്. ഇടതുപക്ഷത്തേക്ക് ഇന്ന് പല ആളുകളും പെട്ടെന്ന് പോയിട്ട് കോൺഗ്രസിൽ ചേരുകയോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി വരികയോ ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ ഇടതുപക്ഷത്തെ വിമർശിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് ഇപ്പോഴത്തെ ചോദ്യം മാത്രമല്ല, KR ഗൗരിയമ്മയുടെ കാര്യത്തിലും MBR-ൻ്റെ കാര്യത്തിലൊക്കെ ആ ചോദ്യങ്ങൾ നിലനിന്നിരുന്നു. ഇന്ന് സമകാലിക മലയാളത്തോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് NM പിയേഴ്സൺ ആണ്. അദ്ദേഹത്തെക്കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ആളുകൾക്ക്, കേരളീയർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ചലനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളാണ്. എഴുത്തുകാരൻ, അധ്യാപകൻ തുടങ്ങിയ രംഗങ്ങളിലൊക്കെ പ്രശസ്തനായ ഒരാളാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളും ഇന്നൊരുപാട്, ഇടപ്പള്ളിയെക്കുറിച്ചുള്ള പുസ്തകം അടക്കം ഒരുപാട് വായിക്കപ്പെടുന്ന പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന് ഇന്ന് നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സംസാരിക്കാനുണ്ട്. അദ്ദേഹം സമകാലിക മലയാളത്തോട് സംസാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമായത് 1956 57 ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നേരിട്ടു. ഇപ്പോൾ നമ്മൾ നേരിടാൻ പോകുന്നത് 2026 ഒരു ഇലക്ഷൻ വരുന്നുണ്ട്. ഈ ഇലക്ഷനിൽ ഈ ഇത്രയും കാലയളവിൽ, ഈ 57 തൊട്ട് 26 വരെയുള്ള കാലയളവിൽ മലയാളികൾ പഠിച്ച ജനാധിപത്യ പാഠങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ ഒരുപാട് പഠിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. കാരണം 57 കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ വളരെ താഴെ നിലയിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക്, അധസ്ഥിതരായിട്ടുള്ള മനുഷ്യർ, കർഷക തൊഴിലാളികൾ, അതുപോലെ മറ്റ് മേഖലകളിലൊക്കെ പണിയെടുക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾ, അവർക്ക് വലിയ ആവേശമായിരുന്നു. കാരണം അവരുടെ ഒരു ഭരണം അധികാരത്തിലേക്ക് വരുന്നു എന്ന് ഒരു സെൻസ് അവർക്കുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സിന്ദൂരപ്പെട്ടിൻ്റെ ഓർമ്മ എന്ന് OV വിജയൻ്റെ ആ എഴുത്ത് പോലും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശം തോന്നും. കാരണം അദ്ദേഹമൊക്കെ എത്ര ആവേശകരമായിട്ടാണ് അതിനകത്ത് പങ്കെടുത്തിരുന്നുള്ളത്. പക്ഷേ ഏത് മേഖലയിലും അധികാരം നമ്മളെ ആവേശഭരിതമാക്കാറുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ അധികാരം ജനങ്ങളിലെത്തുകയും ജനങ്ങളെ പരിവർത്തിപ്പിക്കുകയും അങ്ങനെ ജനങ്ങളെ സമ്പൂർണ്ണമായ സംതൃപ്തിയിലെത്തിക്കുകയും ചെയ്യും എന്ന് പറയുന്ന നമ്മുടെ ഒരു ആഗ്രഹം അത് നടക്കാറില്ല എന്നുള്ളതാണ്. അതെനിക്കൊന്ന് 57 മുതൽ നമ്മൾ 2026 ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് അന്ന് സർക്കാർ വന്നു എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ടായി എന്നുള്ളതും അതിൻ്റെ ഒരു ഫലമായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ സംതൃപ്തരാകുന്നില്ല. കാരണം നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അതങ്ങനെ 100% എപ്പോഴും സാധ്യമാകുന്നില്ല, സാധ്യമാകാൻ സാധ്യതയില്ല എന്നുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വരുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ നിൽക്കുന്നു. ഇതിലൊന്ന്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശ ഏതാ നിർണ്ണയിക്കുന്നതിൽ ഈ 57 ഇലക്ഷന് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മുൻതൂക്കമുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുന്നതിന് ഒന്നാമത്തെ കാരണം 57 ആ ഇലക്ഷനും ആ ഇലക്ഷനോടനുബന്ധിച്ച് ഇലക്ഷന് ശേഷം നമ്മുടെ സർക്കാർ, അന്നത്തെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ചില സുപ്രധാന നടപടികളാണ്. പിൽക്കാലത്തിൽ ഒരുപാട് വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മൾ നേരത്തെ മാഷ് ചൂണ്ടിക്കാണിപ്പിച്ച പോലെ
പിന്നെ എല്ലാം നമ്മളെ ഒരു ഐഡിയലായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകണം എന്നില്ല. പക്ഷേ അത് ദിശ നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി ഈ നമ്മുടെ ഇന്നത്തെ അന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിഞ്ഞ ദിശ, ആ ദിശയിൽ തന്നെ കേരളം തുടരുമോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് മാസ്റ്റർ പ്രതികരണം? അല്ല, ആ മാതൃക അല്ലെങ്കിൽ അന്നത്തെ സാധ്യത എക്കാലത്തും വീണ്ടും മലയാളിയെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മളെ രാഷ്ട്രീയ നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങളാണ് കൂടുതൽ ലെഫ്റ്റ്, പ്രതിപക്ഷ നേതാവ് പോലും പറയുന്നതാണ് ഞങ്ങളാണ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് കിടക്കുന്നത്. അതിൽ എത്രത്തോളം നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇഴുകിച്ചേരാനായിട്ട് കഴിയും എന്ന് ബോധ്യപ്പെടുത്തലാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിനോട് ഒപ്പം നിൽക്കുന്നതിന് പറ്റുന്നത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു സംഭാഷണം യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളം ചേർക്കൽ നമുക്കതിന് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പുതിയ പുതിയ കാലത്ത് പുതിയ പുതിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പലതരം വഴികൾ തുറന്നു വരുമ്പോൾ ചില വഴികൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധമായ വഴികളായിരിക്കും. ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും ഇടതുപക്ഷം എന്ന് പറയുന്ന നമ്മളുടെ പ്രസ്ഥാനങ്ങൾ സഞ്ചരിക്കാറ്. അതാണ് അതിൻ്റെ ഒരു ദുരന്തം. അതൊരു ദുരന്തമാണ്. പക്ഷേ അത് ആരെങ്കിലും പ്രത്യേകമായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു ദുരന്തമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം കാലഘട്ടങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളോട് ശരിയായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാൻ പറ്റുന്ന നേതൃത്വവും സംഘടനാ സംവിധാനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇടതുപക്ഷത്തിനും അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും പരിശോധിച്ചാൽ ഒരു അഴിമതിയും നടത്താത്ത, ഒരു തരത്തിലും വെള്ളം ചേർക്കാത്ത, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ച ഒരുപാട് നക്സൽ ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ അവയ്ക്കൊന്നും നമ്മുടെ കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരാനോ വലുതാകാനോ ജനങ്ങളെ സ്വാധീനിക്കാനോ കഴിയാതെ പോയി. അപ്പോൾ അവർ അഴിമതിക്കാരായിട്ടല്ല അവരെ ജനങ്ങളെ ഉപേക്ഷിച്ചത്. അവർ ആദർശാത്മകമായിട്ടുള്ള രാഷ്ട്രീയം തന്നെ പറഞ്ഞിരുന്നവരാണ്. ആദർശാത്മകമായ രാഷ്ട്രീയം മാത്രം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അതിന് പ്രായോഗികമായിട്ട് നിത്യജീവിതമായിട്ട് ശരിക്കും ഇഴകോർത്ത് പാകപ്പെടുത്തിയെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് അതിന് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ഈ കാര്യം പരിശോധിച്ചതിന് ഞാൻ ഇടപെട്ട് പറയാം. ആ നിലയ്ക്ക് കേരളത്തിലെ ഇന്ത്യയിലെ മുഖ്യധാര ഇടതുപക്ഷ പാർട്ടികൾ വിജയിച്ചിട്ടില്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ? അല്ല, നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽപ്പെട്ട ഇടതുപക്ഷമൊക്കെ തന്നെ ശരിക്കും അപജയത്തിലാണ്. ശരിക്കും അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. നമ്മൾ ചെറിയ കാരണം ലോകത്ത് തന്നെ ഒരിടത്തും നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ പഴയ കാലത്തുണ്ടായിരുന്നത് പോലെ പൊലിപ്പിച്ച് നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഇടക്കിടക്ക് പല രാഷ്ട്രങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം തിരിച്ചു വരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് അങ്ങനെ വളരെ സ്മൂത്തായ ഒരു റണ്ണിങ് പ്രോസസ്സ് ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതൊട്ടും നാച്ചുറലായിട്ടുള്ള ഒന്നല്ല. ഈ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ അല്ല. കാരണം വെച്ചാൽ മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഈ അധികാരവും അതേപോലെ തന്നെ സമ്പത്തും ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷെ അത് നമ്മളൊരു ഇക്വാലിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു സമത്വ ബോധത്തോടെ പ്രവർത്തിക്കുന്ന സമയത്ത് അത് സാധ്യമല്ല ശരിക്കും. അപ്പോൾ ആ നാച്ചുറലായിട്ട് വരുന്ന അമാസിങ്ങിനെതിരെയാണ് നമ്മൾ വളരെയധികം ബോധവൽക്കരണത്തിലൂടെയും അതേപോലെ തന്നെ സംഘടിതമായ സമരത്തിലൂടെയൊക്കെ ഈ സമത്വപൂർണ്ണമായിട്ട് ലോകത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് നാച്ചുറൽ അല്ലാത്തതിൻ്റെ പേരിൽ തന്നെ ബോധപൂർവമായിട്ടുള്ള ആദർശവും അതേപോലെ തന്നെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രാവർത്തികമാക്കുന്ന പ്രവൃത്തിയും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് വിജയിക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെയാണ് അതിൻ്റെ പരാജയം കിടക്കുന്നത്. അത് ഒരു പ്രായോഗിക പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മാർക്സിസത്തിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നം തന്നെയാണ്. കാരണം മാർക്സിസത്തിന് നമ്മളെപ്പോഴും രണ്ട് ആസ്പെക്റ്റുകൾ പറയാറുണ്ട്. ഒന്ന് തിയററ്റിക്കൽ ആസ്പെക്റ്റും മറ്റൊന്ന് പ്രാക്ടിക്കൽ, അതായത് പ്രാക്സി, മാർക്സിയൻ പ്രാക്സി എന്ന് പറയും. ആ പ്രാക്സി ഒട്ടുമിക്ക സമയങ്ങളിലും പരാജയപ്പെട്ടുള്ളൂ. മാർക്സ് ഉള്ള സമയത്ത് പോലും ഇത് പരാജയപ്പെട്ടിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പാരീസ് കമ്മ്യൂണൊക്കെ രൂപപ്പെടുന്ന സമയത്തുണ്ടായിരുന്ന ജനാധിപത്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ ലോകത്ത് നൽകപ്പെടാവുന്ന ഏറ്റവും മഹത്തായ സങ്കല്പമാണ്. പക്ഷെ അതിന് സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അസാധ്യമായ ഒരു കാര്യമാണ്. അന്നും അത് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ കൺസെപ്റ്റ് ലോകത്തിന് മുന്നിൽ വെക്കാനായിട്ട് അന്നും മാർക്സിനും
അതേപോലെ തന്നെ ഇടതുപക്ഷത്തിനും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ളൊരു പാർട്ടിയായിട്ടാണ് മാഷ് കാണുന്നത്? അതൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണോ, അതൊരു മാർക്സിസ്റ്റ് ലെനിൻ പാർട്ടിയാണോ, ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടിയാണോ? അല്ല, അതിന് നമുക്ക് ഇപ്പോൾ അതൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണ് എന്ന് നമുക്ക് പറയുന്നതിന് ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അതിൻ്റെ സംഘടനാ സംവിധാനം എപ്പോഴും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണ്. പക്ഷേ അതിൻ്റെ പ്രത്യയശാസ്ത്ര പരിപ്രേക്ഷ്യങ്ങൾ അങ്ങനെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനയുടേതല്ല. കാരണം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനം ശരിക്കും സങ്കല്പിക്കപ്പെടുന്നത്, അത് കൺസെപ്ച്വലൈസ് ചെയ്യപ്പെടുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലാണ്. ആ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അണ്ടർഗ്രൗണ്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഗെറില്ല വാർഫെയറിൻ്റെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് രൂപപ്പെടുത്തി കൊണ്ടുവന്ന ഒരു സംഘടനാ സംവിധാനമാണ് ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനം എന്ന് പറയാം. ഈ അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു സംഘടനാ സംവിധാനം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആവശ്യമില്ല എന്നാണോ? അത്തരത്തിലുള്ള സംഘടനാ സംവിധാനം ആവശ്യമാണ്. പക്ഷേ അതിന് പുതിയ കാലത്തെ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ആ പൊളിച്ചെഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഘടനാ സംവിധാനം ഒരു മിലിറ്റന്റ് സംവിധാനമാണ്. ആ മിലിറ്റന്റ് സംവിധാനത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കൂ എന്നുള്ളതാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് യു ഒബേ ദെൻ യു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന തരത്തിലുള്ളൊരു കൺസെപ്റ്റ്, മിലിറ്ററി കൺസെപ്റ്റാണ് മിലിറ്റൻ്റ് ആയിട്ടുള്ളൊരു സംഘടനാ സംവിധാനം. നിങ്ങൾ അനുസരിക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ ചോദ്യം ചെയ്യുക. അതായത് ജനാധിപത്യ കേന്ദ്രീകരണം നമ്മൾ പറയുന്ന അവിടെ ശരിക്കും പറഞ്ഞ ഡെമോക്രസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ വളരെ അകന്നു നിൽക്കുകയാണ് ഈ സംവിധാനത്തിനകത്ത്. ആ സംവിധാനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ സംവിധാനം കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ഇപ്പം ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ തിയററ്റിക്കലി ലെഫ്റ്റിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് വിത്ത് ക്രിറ്റിസിസം, അത് അതിൻ്റെ അകത്തുള്ളതാണ്. മാർക്സിനകത്ത് തന്നെ ഉള്ള സാധനം. ഇപ്പം നമുക്ക് സ്പെക്ടേഴ്സ് ഓഫ് മാർക്സ് പോലെയുള്ള പുസ്തകത്തിൽ ദരിദ്ര വിശദീകരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ലോകത്തിനായാലും എന്നത്തെ ലോകത്തിനായാലും മാർക്സിസത്തിൻ്റെ പൈതൃകമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല എന്നാണ് പറയുന്നത്. മാർക്സിസത്തിനെ അങ്ങനെ കാലത്തിനൊപ്പം കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിനകത്ത് നിലനിൽക്കുന്ന ഈ വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും ആസ്പെക്റ്റാണ്. സ്വയം വിമർശനവും യഥാർത്ഥത്തിൽ ഈ സംഘടനാ സംവിധാനം ഒരു സ്വേച്ഛാധിപത്യ സംവിധാനമായി പോകുന്നതിന് എതിരെ നിൽക്കുന്ന, അതിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മെക്കാനിസമാണ്. ആ മെക്കാനിസം കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയണം. എങ്കിൽ ആ സംഘടനയ്ക്ക് മിലിറ്റൻ്റായ സംഘടനയായിപ്പോലും അതിനകത്തൊരു ജൈവ സ്വഭാവം പുലർത്താനായിട്ട് കഴിയും. ആ ജൈവ സ്വഭാവം നഷ്ടപ്പെട്ട് കഴിയുന്ന സമയത്താണ് നമ്മളിപ്പോൾ കാണുന്നതായ ഈ സംഘടനാ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ CPIM-ൻ്റെ ഉള്ളിൽ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം ചർച്ചയ്ക്ക് എടുക്കുന്ന CPIM-നെയാണ്. CPIM-ൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ ഉള്ളടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണോ മാഷ് പറയുന്നത്? CPIM ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അതെ, CPIM-നകത്ത് കുറേയൊക്കെ ജനാധിപത്യവൽക്കരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കണ്ടത്. കുറേയൊക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. കുറച്ചു കാലം മുമ്പ് MN വിജയൻ മാഷ് പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, കാറ്റും വെളിച്ചവും കടന്നു വരണം. കാറ്റും വെളിച്ചവും കടന്നു വരുമ്പോൾ ഈ സംഘടനാ സംവിധാനം അതിനനുസരിച്ച് പുനർനിർമ്മിക്കുക, റീകൺസ്ട്രക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞ് പാളീസായി പോകും. ആ പ്രശ്നം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ജനാധിപത്യം എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിന്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് ഇപ്പോൾ അനുവദിക്കപ്പെടുന്നതായിട്ടുള്ള ജനാധിപത്യം തന്നെ മതിയെന്നുള്ള അഭിപ്രായക്കാരനെ. സംഘടനാ സംവിധാനത്തിനകത്ത് പക്ഷെ അത് പൊതുസമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അതിന് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നിർമ്മിക്കുകയും സംഘടനാ സംവിധാനത്തെ പുറത്ത് നിൽക്കുന്നതായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു ബഫർ റീജിയൻ ഈ സംഘടനാ സംവിധാനത്തിന് പുറത്ത് നിർമ്മിക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ. പക്ഷെ അതൊന്ന് പിന്നെ നമുക്ക് സമകാലികമാക്കിയിട്ട് സംസാരിക്കാം. അതായത് സംഘടനയ്ക്കകത്ത് സംഘടന എടുക്കുന്ന തീരുമാനം, അതിൻ്റെ ഉൾപ്പാട്ടി ജനാധിപത്യത്തെ കൃത്യമായിട്ട് പ്രവർത്തിച്ച് ചർച്ച നടന്ന് വിമർശനം സ്വയംവിമർശനമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ട് പിന്നെയും ആരെങ്കിലുമൊക്കെ അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരെ പുറത്താക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അത് സംഘടനയ്ക്കകത്ത് അങ്ങനെ നിന്നോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. സംഘടനാ സംവിധാനത്തിൻ്റെ വെല്ലുവിളികളായിട്ട് അത് ഉയർത്തപ്പെടാതിരിക്കാൻ വേണ്ടി സംഘടനാ സംവിധാനത്തിനകത്ത് അത് വേണം.
എന്നാൽ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന സംവിധാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതിന് പുറത്ത് ഇടതുപക്ഷവുമായിട്ട് സഹകരിക്കുന്നവരുടെ ഒരു റീജിയൻ, ഞാൻ അതിനൊരു ബഫർ റീജിയൻ എന്നാണ് പറഞ്ഞത്, അത് ഡെവലപ്പ് ചെയ്യും. അവർക്ക് ഇതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള അവകാശം നൽകപ്പെടുകയും ചെയ്യണം എന്നുള്ളതാണ്. അവർ സംഘടനക്കകത്തില്ല, അപ്പോൾ സംഘടന വെല്ലുവിളിക്കപ്പെടുന്നില്ല, സംഘടനാ സംവിധാനത്തിനും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വിമർശിക്കപ്പെടേണ്ടതായിട്ടുള്ള ആശയങ്ങൾ വിമർശിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ക്രിട്ടിക്കൽ ലെഫ്റ്റ് പുറത്തു വേണം. അത് കേരളത്തിൽ അനുവദിക്കപ്പെടാതെ പോയതാണ് CPM പോലെയുള്ള സംഘടനയുടെ പരാജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഞാൻ പ്രസിദ്ധമായിട്ടുള്ളൊരു പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പിന്നെ MN വിജയൻ മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു നല്ല കലാലയ അധ്യാപകനായിരുന്നു എന്ന് സ്റ്റേറ്റ്മെൻറ്റ്. അത് യഥാർത്ഥത്തിൽ ഒരു വിമർശകനെ പിന്നെ ഒരു അധ്യാപകനിലേക്ക് മാത്രം ഒതുക്കുന്ന ഒരു അല്ല, അതൊക്കെ ശരിയല്ലാത്ത കാര്യങ്ങളാണല്ലോ. അത് പിണറായി വിജയൻ രാഷ്ട്രീയമായിട്ട് നടത്തിയ തെറ്റായ ഒരു വിമർശനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം MN വിജയൻ മാഷിനെ നമുക്ക് വിമർശിക്കാം. വിമർശിക്കുമ്പോൾ MN വിജയൻ മാഷിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംവിധാനം മനസ്സിലാക്കിയിട്ട് വിമർശിക്കുമ്പോൾ വിമർശിക്കുന്ന പ്രസ്ഥാനത്തിനും, കാരണം പിണറായി വിജയൻ നമ്മൾ വ്യക്തിയായിട്ടല്ല കണക്കാക്കുന്നത്, അത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതെ, സെക്രട്ടറി ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടത്തുന്ന ഒരു വിമർശനമാണെങ്കിൽ മാത്രമാണ് ആ വിമർശനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസമായിട്ട് മാറത്തീരുള്ളൂ. മറ്റത് വ്യക്തിപരമായി പോയി, ഇത് അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നത്, അത് ആണ് പിണറായി വിജയൻ അന്ന് പറ്റിയിരിക്കുന്ന പലപ്പോഴും ഈ വിമർശകരെ നേരിടുന്ന കാലത്ത് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നമ്മൾ രണ്ട് തരത്തിലുള്ള പിണറായി വിജയനാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളത്. ഒന്ന് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നിർദ്ദയമായി പാർട്ടി ശത്രുപക്ഷത്ത് നിർത്തുന്ന, എല്ലാവരും ശത്രുക്കളാകണമെന്നില്ല, ശത്രുപക്ഷത്ത് നിർത്തുന്ന ആളുകളെ നിർദ്ദയമായി നേരിടുന്ന ഒരു പാർട്ടി സെക്രട്ടറിയും, അതേസമയം മുഖ്യമന്ത്രി ആയപ്പോൾ അത് വ്യത്യാസമുണ്ട്. ആ ഒരു സമീപനത്തിൽ വലിയ വ്യത്യാസം മുഖ്യമന്ത്രി ആയപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ തോന്നുന്നില്ലേ? അല്ല, അതങ്ങനെ പ്രവർത്തിക്കാൻ പാടുള്ളൂ. പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് വളരെ കർക്കശമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തി തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് പാർട്ടിയുടെ ഒരു സെക്രട്ടറി അല്ല, അദ്ദേഹം ഈ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിൻ്റെയും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ സമൂഹത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹം വളരുകയും വികസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് അങ്ങനെ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി സെക്രട്ടറിയുടെ ഒരു ഫ്രെയിമിനകത്ത് വർക്ക് ചെയ്തിരുന്നതിൻ്റെ ഫലമായിട്ട് പാർട്ടി സെക്രട്ടറിയുടെ ഒരു ഫ്രെയിമിലായിരുന്നു പലപ്പോഴും അദ്ദേഹം. അതാണ് അവിടെ വന്ന ഒരു സംഘർഷം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് എല്ലാവരും ഉൾക്കൊള്ളാം, മുഖ്യമന്ത്രി അങ്ങനെ ഉൾക്കൊള്ളണം, അതാണ് ശരി. പല കാര്യങ്ങളും അദ്ദേഹം അങ്ങനെ ഉൾക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവിടെ മറ്റ് പല പ്രശ്നങ്ങളും ഉയർന്നു വരും. കാരണം പാർട്ടിയുടെ ഈ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളുടെ വിഷയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിൽ ഉയർന്നു വരാം. അപ്പോൾ പക്ഷേ കൃത്യമായിട്ട് സമൂഹത്തിന് പറയേണ്ട ആവശ്യമുള്ളൂ, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, എനിക്ക് അഭിസംബോധന ചെയ്യേണ്ട വിഷയം CPM-നകത്തുള്ള സഹാക്കളുടെ വിഷയങ്ങൾ മാത്രമല്ല, അതിന് പുറത്തുള്ള അതിൻ്റെ നേരെ വിരുദ്ധമായി നിൽക്കുന്ന മനുഷ്യരുടെ കൂടി പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പം എനിക്ക് അതിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറയണം. അങ്ങനെ പറയുന്നില്ല ഇവർ. അതാണ് അതിൻ്റെ പ്രശ്നം. കാരണം നമ്മൾ ഓരോ സ്പേസിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ ഓരോ പൊസിഷനിലേക്ക് മാറുമ്പോൾ ആ പൊസിഷൻ അനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തിയെടുത്താൽ മാത്രമേ നമ്മളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ മാറുകയുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷേ ഇതേപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ടും മുഖ്യമന്ത്രിയായിട്ടും പ്രവർത്തിച്ച ആളാണ് VS. രണ്ടുപേരുടെയും പ്രവർത്തനങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിലാരാണ് കൂടുതൽ ഈ കാര്യത്തിൽ വിജയിച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റും? അല്ല, അങ്ങനെ നമ്മൾ രണ്ടുപേരെയും താരതമ്യം ചെയ്ത് ഇയാൾ മികച്ചത് അയാളുടെ മറ്റും അതിലൊരു കഥയില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ്. രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. രണ്ടുപേർക്കും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ ദോഷങ്ങളും യഥാർത്ഥത്തിലുണ്ട്. പക്ഷേ പലപ്പോഴും കൂടുതലായിട്ട് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് VS-നാണ്. അത് VS ഒരു വിമതനായി പ്രവർത്തിക്കുന്നതിൻ്റെ സാധ്യത കൂടി അതിനകത്തുണ്ട്. VS-ഉം പിണറായി തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ VS-ന് വിമതനാകാനും വിധേയനാകാനും കഴിയുമായിരുന്നു. എന്നാൽ പിണറായി വിജയൻ അങ്ങനെയല്ല, പാർട്ടിക്ക് സമ്പൂർണ്ണമായി വിധേയനാണ്. അതെ, അവസാനത്തെ അഭിമുഖത്തിൽ വരെ പറഞ്ഞ ഒരു കാര്യം അതാണ്. പാർട്ടി പറയുന്നത് ശരിയായാലും തെറ്റായാലും ഒക്കെ അത് അങ്ങനെ തന്നെ അനുസരിക്കാൻ തയ്യാറാവുന്ന രീതിയും, പിന്നെ അദ്ദേഹം പാർട്ടി എന്ന് പറയുന്നത് താൻ തന്നെയാണ് എന്ന നിലയ്ക്ക്
പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്ന ഒരു രീതിയും നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നുണ്ട്. VS പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്. VS എതിർക്കേണ്ട കാര്യങ്ങളിൽ എതിർക്കുന്നു വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കുള്ളൊരു ഗുണം, രണ്ടുപേർക്കും ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റുകൾ എന്ന നിലയ്ക്ക് രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളവർ. അപ്പം അതുകൊണ്ട് അവർ ഈ അനുഭവത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഒരു കാര്യത്തെ വീക്ഷിക്കുമ്പോൾ അവരുടെ വീക്ഷണം ശരിയായിരിക്കും. അതിനപ്പുറത്ത് നിന്നുകൊണ്ട് അതെ, അത് ശരിയുമായിരിക്കും ഇവരുടെ ഞാനത് ഈ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നേരിട്ട് തന്നെ ഈ വിഷയം അങ്ങനെ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഈ സഖാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ പുറത്ത് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ അദ്ദേഹം ഈ മുഖ്യമന്ത്രിയായി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ഈ ഒരു ഉപജാപ സംഘം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർ പല കാര്യങ്ങളും പറയുന്നത് കേൾക്കേണ്ടി വരാറുണ്ട്. കാരണം അത് ഈ ഭരണത്തിൻ്റെ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പറയുന്ന കാര്യം, ഈ ഭരണം സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഉപദേശിക്കുന്ന ആളുകളാണ്. നമ്മളുടെ ഭാഷയിൽ, എൻ്റെ ഭാഷയിലെ ഒരു ഉപജാപ സംഘമാണെങ്കിലും അവർ ശരിക്കും പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ഉപദേശം കൊടുക്കുന്നവരാണ്. പക്ഷേ രാഷ്ട്രീയം അവരിൽ നിന്ന് രാഷ്ട്രീയ ഉപദേശം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായം. കാരണം ഭരണതലത്തിലാകാം. അപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ അവരുടെ ഉപദേശം സ്വീകരിക്കുമ്പോൾ നമ്മളുടെ രാഷ്ട്രീയമാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഇല്ലാതായിരിക്കും. അതാണ് പ്രശ്നം. ആ പ്രശ്നത്തെ ശ്രദ്ധാപൂർവം സമീപിച്ചിട്ടില്ല മുഖ്യമന്ത്രിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയേക്കണം. അതങ്ങനെ അദ്ദേഹം കണ്ട് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് വ്യത്യാസം വരുമായിരുന്നു. മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചില അവതാരങ്ങൾ. അത് ശരിയാണ്. അത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് പ്രവർത്തിച്ചു പോകാൻ പറ്റിയില്ല. അവതാരങ്ങൾ പലരും വന്ന് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് ഈ ഇടതുപക്ഷ വിമർശനത്തിൻ്റെ കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷ വിമർശനം എന്ന് പറയുന്നത് മുൻപ് വളരെ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ രാഷ്ട്രീയ ഉള്ളടക്കം കുറഞ്ഞു വരുന്ന ഇടതുപക്ഷത്തോടുള്ള വിമർശനം, ഇടതുപക്ഷത്തു നിന്നുള്ള വിമർശനമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള വിമർശനത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം കുറഞ്ഞു വരികയും അത് മിക്കപ്പോഴും വലതുപക്ഷവുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലുള്ള രാഷ്ട്രീയമായിട്ട് പരുവപ്പെടുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇടതുപക്ഷ വിമർശകർ വലതുപക്ഷത്തെ അഭയം കാണുന്നു. ഇപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അഖിലേന്ത്യാ തലത്തിലുള്ള ഫാഷിസ്റ്റ് ഭീഷണി അത് ഉയർത്തിക്കാട്ടി എളുപ്പത്തിൽ തന്നെ ഇപ്പോൾ വലതുപക്ഷം ആണെങ്കിൽ പോലും ഇടതുപക്ഷത്തിനെ വിമർശിക്കുന്നവർക്ക് വലതുപക്ഷത്ത് നിൽക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അഖിലേന്ത്യാ തലത്തിലുള്ള ഫാഷിസ്റ്റ് ഭീഷണിയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആ രാഷ്ട്രീയം മുൻകാലങ്ങളിൽ ഉന്നയിച്ച ആത്മാർത്ഥമായ രാഷ്ട്രീയം ഇടതുപക്ഷ വിമർശനത്തിന് നഷ്ടപ്പെട്ടിട്ടില്ലേ? എന്താണ് ഇന്നത്തെ ഇടതുപക്ഷ വിമർശനം എന്നുള്ളത് ആദ്യം പറയേണ്ട. പെട്ടെന്ന് ഓടി വരുന്ന നമ്മൾക്കിപ്പോൾ ഇടതുപക്ഷത്തേക്ക് പല ആളുകളും പെട്ടെന്ന് പോയിട്ട് കോൺഗ്രസിൽ ചേരുകയോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി വരികയോ ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ ഇടതുപക്ഷത്തെ വിമർശിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് ഇപ്പോഴത്തെ ചോദ്യം മാത്രമല്ല. KR ഗൗരിയമ്മയുടെ കാര്യത്തിലും MBRൻ്റെ കാര്യത്തിലൊക്കെ ആ ചോദ്യങ്ങൾ നിലനിന്നിരുന്നു. അവസാനം TP ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ വിധവ രമയൊക്കെ എവിടെയാണ്? വളരെ കൃത്യമായിട്ടുള്ള ഒരു വലതുപക്ഷ കൃത്യമായിട്ടുള്ള ഇടതുപക്ഷ വിമർശനത്തിൽ നിന്നാണ് അവരെവിടെ എത്തിയത്, വലതുപക്ഷ ചേരിയിലെത്തിയത്. അതാണല്ലോ എന്നോട് ചോദിച്ചത്. അത് ഇപ്പോഴത്തെ മാത്രമല്ല പ്രശ്നം. ഞാൻ ഇങ്ങനെ അന്ന് വലിയതുണ്ട് ശരി, പക്ഷെ ഇന്ന് അതിനേക്കാൾ മോശമായ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തേക്ക് ഇപ്പോൾ ഇവരെ മൂന്നുപേരുടെ കാര്യം നമ്മുടെ MBRൻ്റെയും അതുപോലെ KR ഗൗരിയമ്മയുടെയും TP ചന്ദ്രശേഖരൻ്റെ കാര്യം എടുത്ത് അവരും അവിടെ 3 സംഘടനകൾ ഉണ്ടാവുന്നുണ്ട്. MBR ഒരു സംഘടന ഉണ്ടാക്കി, KR ഗൗരിയമ്മ ഒരു സംഘടന ഉണ്ടാക്കി, വേറെ സംഘടന ഉണ്ടാക്കി, RMP. അവിടെയൊക്കെ അത് നിർമ്മിക്കപ്പെടുന്ന സമയത്ത് കൃത്യമാണ് ഇടതുപക്ഷത്തിനുള്ള വിമർശനത്തിൽ നിന്നാണ് ആ സംഘടനാ സംവിധാനം ഉണ്ടാവും. പക്ഷെ പിന്നീട് അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. കാരണം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ നമ്മളുടെ കേരളത്തിലെ രാഷ്ട്രീയം ഒരു ബൈപ്പോളാർ പൊളിറ്റിക്സാണ്. ഒന്ന് ഇടതുപക്ഷ ചേരിയും മറ്റൊന്ന് ഇടതുപക്ഷ വിരുദ്ധ ചേരിയും. അങ്ങനത്തെ 2 ചേരിയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ചേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലതുപക്ഷ ചേരിയാണ്. അത് MBRനെ സംബന്ധിച്ചിട്ടുണ്ട് ആ വീഴ്ച, KR ഗൗരിയമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, KK രമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ചേരി നിർമ്മിക്കുന്നതിൽ കേരളത്തിലെ ഈ വിമത രാഷ്ട്രീയം പരാജയപ്പെട്ടു. അത് വലിയ പരാജയമാണ്. ഇന്ന് പക്ഷേ നമ്മൾ കാണുന്ന കാര്യം അതിനേക്കാൾ മോശമാണ്.
മറ്റവരൊക്കെ അവരവരുടെ സംഘടനകളുണ്ടാക്കി അവർ പിടിച്ചു നിൽക്കാനും പ്രവർത്തിക്കാനും അവരുടെ ബദൽ കാണിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. ഇന്നുള്ളവരങ്ങനെയല്ല ചെയ്യുന്നത്, നേരെ പോയി അപ്പുറത്ത് പോയി സ്ഥാനാർത്ഥിയാവുകയാണ് ചെയ്യുന്നത്. അത് വലിയ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അത് വെറുതെ അഭിപ്രായ വ്യത്യാസമാണ്. ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അവർ അപ്പുറത്തേക്ക് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള വശമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഇതൊന്നും നേരത്തെ മുതലുണ്ട്. അതിങ്ങനെയായിരുന്നു. ഞാനെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ശരി, നമ്മുടെ പി വി കുഞ്ഞിക്കണ്ണൻ്റെ കാര്യം അറിയാലോ. അദ്ദേഹം പാർട്ടിയുമായിട്ട് കലഹിച്ചിട്ട് അദ്ദേഹം പുറത്തിറങ്ങി കടയിലിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം ഇതിലല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത്. ആ ഒരു പ്രശ്നം കേരളത്തിലെ ഈ വിമത രാഷ്ട്രീയം അനുഭവിച്ച ഒരു പ്രശ്നം കൂടിയാണ് ശരിക്കും. പക്ഷെ ചർച്ച ചെയ്തിട്ടില്ല ശരിക്കും. എന്തുകൊണ്ടത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്? ആ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതിൻ്റെ കാര്യം ഈ പി വി കുഞ്ഞിക്കണ്ണൻ പോലും കടയിലിരിക്കുക മാത്രമാണ് ചെയ്തത്. അതല്ലാണ്ട് ആ രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി അദ്ദേഹത്തിന് മറ്റ് ഏരിയയിൽ പോകാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹം എങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം വളരെ സ്വാത്വികനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതിൻ്റെ വിവരം അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല. പൊളിറ്റിക്സ് എന്ന് പറയുന്നതിൽ നമ്മൾ ഈ സ്വാത്വികത, നിർമ്മമത, മഹനീയത, എന്താണ് മാനവീയത അതുകൊണ്ടൊന്നൊരു കാര്യം ഇല്ല. അതിനപ്പുറത്ത് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തതിൽ മാത്രമാണ് ഈ പറയുന്ന വിഷയങ്ങൾ പോലും നമുക്ക് ആളുകളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അതൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവർക്ക് കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കേരളത്തിൽ ഇങ്ങനെ രണ്ട് ചേരി, കൃത്യമായ വലതുപക്ഷ ചേരി, ഒരു ഇടതുപക്ഷ ചേരി. ഈ ഇടതുപക്ഷ ചേരിയും വലതുപക്ഷ ചേരിയും മിക്കപ്പോഴും സഹകരിക്കേണ്ട ഒരു സന്ദർഭം വരാറുണ്ട്. അത് അഖിലേന്ത്യാ പേഴ്സ്പെക്റ്റീവിൽ വരുമ്പോഴാണ്. ഇപ്പോൾ കോൺഗ്രസും CPM-ഉം തമ്മിൽ അഖിലേന്ത്യാ തലത്തിൽ കേരളത്തിലൊക്കെ സഹകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിലുകൊണ്ട് നഷ്ടം വരാവുന്ന ആർക്കാണ്? കോൺഗ്രസിനാണോ CPM-നാണോ? കോൺഗ്രസിന് നഷ്ടം വരില്ല. കാരണം കോൺഗ്രസ് കുറേ കൂടി വിശാലമായിട്ടുള്ള സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഘടനാ സംവിധാനം. CPM-ന് നഷ്ടം വരാം. കാരണം CPM-ന് അത്ര വിശാലമല്ല. കാരണം അവർക്ക് ചെറിയ ചെറിയ സ്പേസുകളേ ഉള്ളൂ. ആ ചെറിയ ചെറിയ സ്പേസുകളിൽ നിൽക്കുമ്പോൾ ഇത് രണ്ടും കൂടി സഹകരിക്കുന്ന സമയത്ത് മറ്റതിൻ്റെ ആ വലിപ്പത്തിനുള്ളിൽ ഇത് റെഡ്യൂസ് ചെയ്യപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയം വെച്ച് നോക്കുന്ന സമയത്ത് CPM-ന് എടുക്കാവുന്ന നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ CPM എന്ത് നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിലെടുക്കാം. മറ്റു സംസ്ഥാനങ്ങളിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റുന്ന തരത്തിൽ അതിൻ്റെ സംഘടനാ ചട്ടക്കൂടുകളെ തന്നെ മാറ്റേണ്ടത് ആവശ്യമാണ്. ഓരോ സംസ്ഥാനത്തെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി അതിനാവശ്യമാണ്. അപ്പോൾ പലരും ചോദിക്കും, ഇത് ഒരു അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയ്ക്ക് ശരിയാണോ എന്ന്. അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയ്ക്ക് ശരിയല്ല. അത് അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയ്ക്ക് ശരിയല്ലാതാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എമ്പാടും ഒരേ നയം തുടരേണ്ട ഒരു പാർട്ടിയല്ല ഒരു അഖിലേന്ത്യാ പാർട്ടി എന്ന് പറയുന്ന ചോദ്യമാണ് പ്രശ്നം. പക്ഷേ നമ്മൾ വളരെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇടപെടുകയല്ലേ ചെയ്യുന്നത്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സമയത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യമല്ല തമിഴ്നാടിൻ്റെ അല്ല കർണാടകയുടെ. ഇനി നമ്മൾ ഈ ബംഗാളിലേക്കും ത്രിപുരയിലേക്കും പോയാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അത്ര നിലപാടുകൾ CPM സ്വീകരിച്ചില്ല. ബംഗാളിൽ കോൺഗ്രസ് അല്ല, അത് പിന്നെ ആയി. പക്ഷെ അത് പിന്നെ ആയെങ്കിലും അത് തുറന്നു പറഞ്ഞോ ശരിക്കും സമൂഹത്തിനോട്? അല്ല, ആ രീതിയിൽ ഒരു എന്താ പറയുക, ഔപചാരികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അല്ല, രാഷ്ട്രീയത്തിൻ്റെ വിജയം എപ്പോഴും ഞാൻ കാണുന്നത് എപ്പോഴും വളരെ സുതാര്യവും തുറന്നതുമായ സമീപനം ഉണ്ടായിരിക്കണം അതിനുള്ളതാണ്. നിങ്ങൾ ജനങ്ങളെയാണ് അഭിസംബോധന. ജനങ്ങളുടെ മുന്നിൽ നമുക്ക് മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് പറ്റില്ല. ഇവിടെ ഇത് മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പരാജയമായിട്ട് മാറിയത്. അത് കുറേശ്ശൊക്കെ മാറി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ട് പറയണം. കേരളത്തിലെ പൊളിറ്റിക്സ് ഇതാണ്. ഇവിടെ ഇങ്ങനത്തെ നിലപാട് എടുക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ നിലപാട് എടുക്കുന്നു. ബംഗാളിൽ അങ്ങനെയാണ്, ത്രിപുരയിൽ എങ്ങനെയാണ്, തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ്. അതിൽ ഇപ്പോൾ ഇവരെ കുറ്റപ്പെടുത്തുമല്ലോ ശരിക്കും, അല്ലേ? കേരളത്തിലെ CPM എന്തെങ്കിലും നിലപാടെടുക്കും പറയും ഇവർക്ക് ആകെ 2 MP-മാരുള്ളത് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി കിട്ടിയാണെന്ന് പറയും, അല്ലേ? അങ്ങനെ പറയാതിരിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുറന്നു പറച്ചിൽ ഈ കാര്യത്തിൽ ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിന് പ്രസക്തിയില്ല. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ എതിരെ വരുന്ന എല്ലാ ചോദ്യങ്ങളെയും അല്ലെങ്കിൽ ശരങ്ങളെയും തടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് പണിത് വെച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. CPM-ന് ഈ കാര്യത്തിൽ ജാഗ്രത ഇല്ല എന്നാണ് കരുതുന്നത്? ജാഗ്രതയുണ്ട്. ജാഗ്രത കൊണ്ട് മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളിലും രക്ഷപ്പെടാൻ പറ്റില്ല. അതിനാവശ്യമായിട്ടുള്ള
ഇവിടെ ഒരു കൗശലമല്ല ശരിക്കും വേണ്ടത്. ചില കേസുകളിലേക്ക് നമുക്ക് കൗശലം ആവശ്യമായിട്ട് വരും. ഇവിടെ കൗശലമല്ല, എനിക്ക് തോന്നുന്നത് തുറന്നു പറച്ചിലും തുറന്ന ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കലുമാണ്. അത് ചെയ്യുന്നതിൽ തടസ്സം നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഈ അഖിലേന്ത്യാ പെർസ്പെക്റ്റീവിലുള്ള പാർട്ടിയുടെ കാഴ്ചപ്പാടുകളാണ്.